പ്രളയക്കെടുതിയിൽ ആസാമും സിക്കിമും. ആസാമിലെ 14 ജില്ലകളെ വെള്ളപ്പൊക്കം ബാധിച്ചു. ബ്രഹ്മപുത്ര നദിയും കൈവഴികളും കരകവിഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ദുരിതത്തിലായത്. അസമിലും മേഘാലയയിലും 20 വരെ കനത്ത മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചത്. അസമിലും സമീപ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ലഭിക്കുന്നത്. ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞു. കൂടാതെ കൈവഴിയായ കോബിലി നദിയിൽ അപകടകരമാവിധം ജലനിരപ്പ് ഉയർന്നു. 14 ജില്ലകളിലെ 309 ഗ്രാമങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് പ്രളയം ദുരിതത്തിലാഴ്ത്തിയത്. കരിങ്കഞ്ച് ജില്ലയിൽ മാത്രം ഏകദേശം 96,000 പേർ പ്രളയ ദുരിതം അനുഭവിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്ക് പുറമെ ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ്. നൂറുകണക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അഭയം തേടിയിട്ടുള്ളത്. വെള്ളപ്പൊക്കം മൂലം 1005.7 ഹെക്ടർ പ്രദേശത്തെ കൃഷിയും നശിച്ചതായാണ് നിരവധി വളർത്തുമൃഗങ്ങൾക്കും കന്നുകാലികൾക്കും ജീവൻ നഷ്ടമായി. ഗുവാഹട്ടി നഗരത്തിലും വെള്ളം കയറിയിട്ടുണ്ട്. ഞായറാഴ്ച വരെ അസമിലും മേഘാലയയിലും അടക്കം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചത്. മഴ ഇനിയും ശക്തമായാൽ അസമിന്റെ കൂടുതൽ മേഖലയെ പ്രളയം വിഴുങ്ങും. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്നവർക്ക് ആവശ്യമായ സഹായം സർക്കാർ എത്തിക്കുന്നുണ്ട്. ജനം, ഡൽഹി.